ജയിൽ മോചിതനായതിന് പിന്നാലെ പ്രചരണത്തിൽ സജീവമാക്കാൻ അരവിന്ദ് കെജ്രിവാൾ. ഇന്ന് രാവിലെ ഹനുമാൻ മന്ദിർ സന്ദർശിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും. 21 ദിവസത്തെ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദില്ലി മുഖ്യമന്ത്രിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ജയിലിന് പുറത്തും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലും നൽകിയത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. വിഷ്ണു, ജൂൺ 1 വരെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നു. 21 ദിവസത്തെ ഇടക്കാല ജാമ്യവുമായി അദ്ദേഹം പുറത്തിറങ്ങുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ദില്ലി മുഴുവൻ അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് അതൊരു ആഘോഷത്തിന്റെ വിധി തന്നെയായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സ്വാഭാവികമായും അദ്ദേഹം പുറത്തേക്ക് എത്തുമ്പോൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ മുഖമായി തന്നെ മാറിക്കൊണ്ട് അദ്ദേഹം ഇന്നു മുതൽ പ്രചരണത്തിൽ സജീവമാകുകയാണല്ലേ? അഞ്ജന, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെയും എൻഫോഴ്സ്മെന്റിന്റെയും ശക്തമായിട്ടുള്ള എതിർപ്പിനെ മറികടന്നുകൊണ്ടായിരുന്നു ഇന്നലെ സുപ്രീം കോടതി കെജ്രിവാളിന് 21 ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയായിരുന്നു അത്തരത്തിലൊരു ജാമ്യം നൽകിയത്. ഇത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ BJPക്കായാലും കേന്ദ്ര സർക്കാരിനായാലും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ശക്തമായിട്ടുള്ളൊരു പ്രചരണമായിരിക്കും ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നത്. ആം ആദ്മിക്ക് മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് മുഴുവൻ ഒരു ഊർജം അല്ലെങ്കിൽ കരുത്ത് പകരുന്ന തരത്തിലേക്കുള്ള പ്രചരണമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ജയിലിന് പുറത്തിറങ്ങിയ കെജ്രിവാൾ ഇന്നു മുതൽ പ്രചരണത്തിൽ സജീവമാകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി 4 ഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രചരണമായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഇന്നു മുതൽ ഞാൻ പറഞ്ഞതുപോലെ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ദില്ലിയിലെ കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ മന്ദിർ കെജ്രിവാൾ സന്ദർശിക്കുന്നുണ്ട്. ഈ ഹനുമാൻ മന്ദിർ സന്ദർശനത്തോടു കൂടിയായിരിക്കും കെജ്രിവാളിൻ്റെ പ്രചരണത്തിനൊക്കെ തന്നെ തുടക്കമാവുക. അതിന് പിന്നാലെ 1 മണിക്ക് ദില്ലിയിലെ ആം ആദ്മി ആസ്ഥാനത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നും കെജ്രിവാൾ അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇത്തരത്തിൽ കെജ്രിവാളിന് ഒരു ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കോടതിയിൽ കേന്ദ്ര സർക്കാർ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതായത് കെജ്രിവാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ദില്ലി മദ്യനയ അഴിമതി കേസിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രചരണം നടത്താൻ പാടില്ല, അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് കോടതി തയ്യാറായിരുന്നില്ല. മറ്റൊരു മറുപടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് കെജ്രിവാളിനെ അത്തരത്തിൽ തടയാൻ കഴിയുകയില്ല എന്നതാണ്. കെജ്രിവാൾ നടത്തുന്ന പ്രചരണങ്ങളെ ശക്തമായി നേരിട്ടുകൊള്ളൂ എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന് കോടതി ഇന്നലെ ഒരു താക്കീത് നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലൊക്കെ വലിയ ശക്തമായിട്ടുള്ള പ്രചരണമായിരിക്കും കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഇനി ഞാൻ പറഞ്ഞതുപോലെ 4 ഘട്ട തെരഞ്ഞെടുപ്പാണ് ബാക്കിയുള്ളത്. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം ഇന്നാണ് അവസാനിക്കുക. 13-ാം തീയതിയാണ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത് മുൻനിർത്തി അടക്കം ശക്തമായിട്ടുള്ള പ്രചരണം കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ദില്ലിയിൽ 7 മണ്ഡലങ്ങൾ ിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് 6ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. അത് മെയ് 25-നാണ് അത്തരത്തിൽ ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ദില്ലിയിലടക്കം ശക്തമായിട്ടുള്ള പ്രചരണം. ഇതിനു പുറമെ പഞ്ചാബിൽ ആം ആദ്മി ശക്തമായിട്ട് മത്സര രംഗത്തുണ്ട്. പഞ്ചാബിൽ ഈ ഒരു അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. അപ്പോൾ ദില്ലിക്ക് പുറമെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ളൊരു പ്രചരണമായിരിക്കും ഉണ്ടാവുക. എന്തായാലും അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ BJPക്കായാലും മോദി സർക്കാരിനായാലും വലിയ തിരിച്ചടി തന്നെയാണ് കെജ്രിവാൾ ശക്തമായി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. കാരണം കെജ്രിവാൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കെജ്രിവാളിനെ സ്വീകരിക്കാൻ വേണ്ടി ആം ആദ്മി പ്രവർത്തകർ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു തീഹാർ ജയിലിന് മുന്നിലേക്ക് ഉണ്ടായത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിലും വലിയ ആം ആദ്മി പ്രവർത്തകർ തടിച്ചുകൂടുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും അത്തരത്തിൽ വലിയ തരത്തിലുള്ളൊരു ആഘോഷമാക്കുകയും ആവേശോജ്വലമായ ഒരു വരവേൽപ്പായിരുന്നു കെജ്രിവാളിന് നൽകിയത്. എന്തായാലും കെജ്രിവാൾ ജയിലിനിറങ്ങിയതിന് പിന്നാലെ
പറഞ്ഞത് തിരിച്ചു വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നതാണ് കെജ്രിവാളും കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നു മുതൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്ത് സജീവമാവുക. അഞ്ജന. വിഷ്ണു, അതോടൊപ്പം തന്നെ വിഷ്ണു സൂചിപ്പിച്ചത് വളരെയധികം ശരി തന്നെയാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് BJPക്ക് കേന്ദ്ര സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി, അല്ലെങ്കിൽ അവരുടെ അമിതാധികാര പ്രവണത, ആ ഒരു പ്രവണതയ്ക്ക് ഏറ്റ വലിയ തിരിച്ചടി തന്നെയായി നമുക്ക് ഈ ഒരു ഇടക്കാല ജാമ്യത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ മറ്റൊരു പ്രധാനമായി ഘടകമായി എടുത്തു പറയേണ്ടത് ഈ കേസിന്റെ പൊള്ളത്തരം തന്നെയാണ്. ഈ ഒരു 50 ദിവസം ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോഴും കൃത്യമായി കോടതി EDയോട് പല തവണ ആവർത്തിച്ച് ചോദിച്ചതാണ്, അരവിന്ദ് കെജ്രിവാളിന് ഈ കേസിൽ പങ്ക് തെളിയിക്കുന്ന എന്ത് രേഖയാണ് നിങ്ങൾക്ക് ഹാജരാകാൻ സാധിക്കുക എന്നത്. പക്ഷെ അത്തരത്തിലൊരു രേഖയില്ല എന്നതിനപ്പുറത്തേക്ക് വെറും കൂറുമാറിയ ഒരു സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 50 ദിവസം ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്? അഞ്ജന, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം ദില്ലി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മിയെ കെജ്രിവാളിനെയൊക്കെ തന്നെ വേട്ടയാടുന്നു എന്നൊരു ആരോപണം തുടക്കം മുതൽ തന്നെ ശക്തമാണ്. ഇതാണ് കോടതി പല ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റിനോടക്കം ചോദിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ തെളിവുകളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഇത്ര വലിയ കാലതാമസം നേരിട്ടത്? 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾ കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് കെജ്രിവാളിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലും കോടതിക്ക് വലിയ തോതിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് എൻഫോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് തെളിവുകൾ കെജ്രിവാളിനെതിരെ ഹാജരാക്കാൻ കഴിയാതെ പോകുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ ഒരു 2 വർഷം അന്വേഷിച്ചിട്ടും കൃത്യമായിട്ടുള്ള എവിഡൻസ് ഹാജരാക്കാൻ എൻഫോഴ്സ്മെൻറ്റിന് കഴിയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് കോടതി ഈ എൻഫോഴ്സ്മെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഉന്നയിച്ചതും. ഇതിനു പുറമെ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരമൊരു അറസ്റ്റ് പോലും നടക്കുന്നത്. കാരണം വിജയ് നായർ ഇടനിലക്കാരെന്ന് പറയുന്നു, അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം തുടക്കത്തിലുണ്ടാകുന്നു. അതിനുശേഷമാണ് ചില പ്രതികൾ അവർ അവരുടെ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 100 കോടി ഇത്തരത്തിൽ ഹവാല പണം നൽകിയെന്ന് പറയുന്നു. പക്ഷെ അതിനും മൊഴികൾക്കപ്പുറത്തേക്ക് ഒരു തെളിവ് ഹാജരാക്കാൻ ഈ 2 വർഷമായിട്ടും എൻഫോഴ്സ്മെൻറ്റിന് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു 2 വർഷമായിട്ടും അന്വേഷിച്ചിട്ടും ഇത്തരത്തിലൊന്നും കണ്ടെത്താൻ കഴിയാതെ പോകുന്ന എൻഫോഴ്സ്മെൻറ്റിനെയും കോടതിയെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചതും നമ്മൾ കോടതിയിൽ വാദം നടക്കുന്നതിനിടയിൽ കണ്ടതാണ്. ഇതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് മോദി സർക്കാർ ഈ ഏജൻസികളെ കൃത്യമായിട്ട് അവരുടെ ആയുധമാക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള ചട്ടുകമാക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി 21 ദിവസം ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിക്കുമ്പോൾ പോലും ഈ സംശയങ്ങൾ തന്നെയാണ് കൂടുതൽ ബലപ്പെടുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കളും ചൂണ്ടിക്കാട്ടിയൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPIM, CPI ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ കെജ്രിവാളിൻ്റെ ഈ ഒരു ഇടക്കാല ജാമ്യം ലഭിച്ചതിന് സുപ്രീം കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും കെജ്രിവാൾ ഇന്നു മുതൽ ശക്തമായിട്ട് പ്രചരണ രംഗത്തിറങ്ങുക. അഞ്ജന.